സുപ്രീം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ. എന്താ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയൊക്കെ എടുത്ത് വന്നിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഉള്ളിക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചോ തേങ്ങയോ മറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ തേങ്ങാപ്പാലും ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് വേഗത്തിലൊരു ഉള്ളിക്കറി തയ്യാറാക്കാം. ഉച്ചയൂണിന് നമുക്ക് ഏറ്റവും ബെറ്ററാണ്. അപ്പം ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് തയ്യാറാക്കാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കീറി വെക്കണം. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി കീറി വെക്കാം. അതിന് ശേഷം നമ്മളതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് തയ്യാറാക്കാനായിട്ടൊരു മൺചട്ടിയാണ് ഞാനെടുത്ത് അടുപ്പി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. ആ കടുകും അതിൻ്റെ കൂടെ ലേശം ഉലുവയും കൂടിയിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. അപ്പോൾ ശരിക്കും ആ കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് പുളി അവിടെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചെറിയ ഉള്ളി തന്നെ നമുക്കിതിനകത്ത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഇത് വാട്ടിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി കായപ്പൊടി ചേർക്കണം. അപ്പം നമുക്ക് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇച്ചിരി കായപ്പൊടി ചേർക്കുകയാണ്. കാരണം ഇതെല്ലാം ഒന്ന് മിക്സായി വരണം. അപ്പോൾ കായപ്പൊടി ആവശ്യത്തിനുള്ള ലേശം ഉപ്പും കൂടെ ചേർക്കണം. ഇനി നമുക്ക് എന്നിട്ട് ഇത് നല്ലപോലെ വെളിച്ചെണ്ണയിലൊന്ന് ഇളക്കി നല്ലതുപോലെ അതൊന്ന് മൂത്ത് ഒരു റെഡ് കളർ പോലെ ആവത്തക്ക രീതിയിൽ നമുക്കതൊന്ന് വാട്ടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഉള്ളി വേകാനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി കുറച്ച് നേരം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ആ എണ്ണയിൽ തന്നെ അതൊന്ന് ആവിയിൽ വെന്ത് വരണം. ശരിക്കും അന്നേരത്തേക്ക് നല്ലൊരു ഇതാവും. അപ്പം അത് ഉണ്ട് നല്ല ഒരു ഇതായിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ഉള്ളി വേകാത്തക്ക രീതിയിൽ ഇനി നമുക്ക് ആ പുളി പിഴിഞ്ഞെടുക്കാം. പുളി നല്ലതുപോലെ വാളംപുളിയാണ് ചേർത്ത് ആ പുളി വെള്ളത്തിൽ വേണം ഈ ഉള്ളി വേവാൻ. അപ്പം ഞാനത് പിഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പുളി വെള്ളം ഫുള്ളായിട്ട് ചേർക്കണ്ട. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. കാരണം ഇപ്പം മൊത്തത്തിൽ ചേർത്താൽ ചിലപ്പോൾ കൂടിപ്പോയാൽ അത് വേണ്ടി വരത്തില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് പുളിവെള്ളമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അതിനകത്ത് ലേശോടെ ഒഴിക്കണം. എനിക്ക് തോന്നുന്നു കുറച്ചു അപ്പോൾ എന്നിട്ട് നമുക്കിനി അതൊന്ന് ഇളക്കി വെച്ച് അടച്ച് അതൊന്ന് വേകട്ടെ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കണം. കാരണം ആ പുളിവെള്ളത്തിൽ വേവുകയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും നല്ലൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എരിക്ക് വേണ്ടിയിട്ട് എരിവ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാരണം നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്ത് വേണം ഇതെല്ലാം പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് പച്ചമണമൊക്കെ മാറും. അപ്പം നമുക്കിനി ചൂടുവെള്ളമാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇനി നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഞാനൊരു ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് ഒഴിച്ച് ഇനി ഇത് ഇളക്കി ഇതെല്ലാം കൂടെ ഈ വെള്ളവുമായിട്ട് തിളച്ച് വേവണം. ഒന്നും കൂടി നല്ല ഗ്രേവി ആയിട്ടുള്ള ഉള്ളിക്കറിയാണ്. കാരണം ഇത് മതി ചോറുണ്ണാനൊക്കെ ഏറ്റവും ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വേകട്ടെ. നല്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അത് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എന്നാലേ ആ ഉള്ളിയുടെ ഏറ്റവും ടേസ്റ്റ് ആവത്തുള്ളൂ. കാരണം ഇത് 2 ദിവസമൊക്കെ വെച്ച് കൂട്ടാൻ കേട്ടോ. അപ്പം ഞാനിനി അതൊക്കെ പാകമായിട്ടുണ്ട്. ലേശം ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പം ശർക്കരയും കൂടെ അപ്പം എല്ലാം കൂടെ എരിയും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം ശർക്കരയോടെ ചേർത്ത് നമ്മുടെ ഉള്ളിക്കറിയൊക്കെ പാകമായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിച്ച് അതൊന്നുകൂടെ ഒന്ന് വറ്റിയാൽ മതി. ഇനി അടച്ച് വെക്കണമെന്നില്ല. കാരണം ഉള്ളിക്കറി ഓക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഉള്ളി വെന്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം തേങ്ങയോ തേങ്ങാപ്പാലോ വറുത്തരയ്ക്കോ ഒന്നും വേണ്ട, മെനക്കെടേണ്ട കാര്യമില്ല. വേഗത്തിലാണ് നമുക്ക് നല്ല പോലെ ചോറ് കഴിക്കാൻ പറ്റും, ഊണ് കഴിക്കാം. അപ്പം നമ്മുടെ ഉള്ളിക്കറി ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മറക്കല്ലോ. ഓക്കെ, താങ്ക്സ് വെരി